പൂച്ചക്കരി മൂക്കുത്തിയിലും ഓർഡർ മാവാളറിയ 2 സിനിമകളിൽ പ്രിയദർശൻ സംവിധായകൻ അസോസിയേറ്റ് സഹസംവിധാനം സിബി മലയിൽ നിന്നുണ്ടെങ്കിലും സിബി എൻ്റെ അസോസിയേറ്റും അല്ലായിരുന്നു, ഞാൻ എൻ്റെ സംവിധായകനുമല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഞാൻ സിബിയെ കണ്ടുമുട്ടുന്നത് പടയോട്ടം എന്നുള്ള ഷൂട്ടിങ്ങിൽ ഇവിടെയാണ്, ആലപ്പുഴയിലാണ്. അന്നത്തെ ഈവനിങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുതലും സിനിമയെക്കുറിച്ചുള്ള സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് നിശ്ചയമില്ലാത്ത രീതിയിലാണ് രണ്ടുപേരുടെയും പോക്കെങ്കിലും അന്നൊരു തീരുമാനമെടുത്തു. ആദ്യമായിട്ട് ആരാണ് സിനിമ എടുക്കുന്നത്, അതിൽ അത് ഞാനാണെങ്കിൽ സിബി കൂടെ ഉണ്ടാവും, സിബി ആണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. അത് അങ്ങനെയാണ് പൂച്ചക്കരി മൂക്കുത്തി എന്ന് പറഞ്ഞ സിനിമ തുടങ്ങിയപ്പോൾ സിബി എന്നോടൊപ്പം ചേർന്നത്. ആ സിനിമ നടക്കുന്ന കാലത്ത് ഈ തിരുവനന്തപുരത്ത് എല്ലാവരും ഇടുന്നൊരു ബെൽറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ട്രിവാൻഡ്രം ബെൽറ്റ്. അപ്പോൾ ആ ബെൽറ്റ് ഇട്ടിരുന്ന ഒരാളാണ് സിബി. അങ്ങനെ ആ ബെൽറ്റിൽ ഉള്ള ഒരു മൂമെൻറ്റുകൾക്കിടയിൽ ഓർഡർ തമ്മാവ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ശേഷം വന്നുപെട്ട സിനിമയാണ് ഈ മുത്താരംകുന്ന് പിയു. സോ അത് തീർച്ചയായിട്ടും ഞാൻ ആ മുത്താരംകുന്ന് പിയുടെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ടുണ്ട്. ആ കോപ്പി കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സംവിധായകനാണെങ്കിൽ എന്നെക്കാട്ടിലും നല്ലൊരു സംവിധായകൻ, എന്നെക്കാട്ടിലും മികച്ചൊരു സംവിധായകനെ ഞാൻ കൺസിഡർ ചെയ്യുന്ന മലയാളത്തിലെ എൻ്റെ അതേ പീരീഡിൽപ്പെട്ട ആളുകൾ സിബി തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. എനിക്കൊരു ഭാഗ്യം കൂടെ ഉണ്ടായി, ചേക്കേറാനൊരു ചില്ല എന്ന സിനിമയുടെ ഡയലോഗ്സോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ എഴുതാനും കൂടെ സിബിയോടൊപ്പം കൂടാൻ സാധിച്ചു. പക്ഷേ ഇതിനെല്ലാം മുകളിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷം മദ്രാസിൽ താമസിച്ചാണ്. ഈ എൻ്റെ കുട്ടികളും സിബിയുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് വളർന്നവരാണ് ഇന്നും. അതുകൊണ്ട് ഒരു കുടുംബം എന്നുള്ളൊരു ബന്ധം ഞങ്ങളിന്നും കാത്തു സൂക്ഷിക്കുന്നു, ഒരു സൂട്ട് ബന്ധവും. താങ്ക് യു സോ മച്ച് സാർ. സാറിൻ്റെ ആശംസ ഏറ്റവും ഗംഭീരമാക്കുന്നുണ്ട് ഇന്ന് ഈ സദസ്സിനെ. നമ്മളിനിയും സാറിൻ്റെ ആദ്യ സിനിമയായ മുത്താരംകുന്നിലേക്കൊരു യാത്ര പോകാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായും ശുദ്ധമായ കുറച്ച് എന്താ പറയുക, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് കാണിച്ചു തന്ന, അതുപോലെ തന്നെ പച്ച മനുഷ്യന്മാരുടെ ഗ്രാമീണ ജീവിതങ്ങളെ വരച്ചിട്ടൊരു സിനിമയായിരുന്നു മുത്താരംകുന്ന് പിയോ. മുത്താരംകുന്ന് പിയോയിലൂടെ നമ്മുടെ സിബി സാറിൻ്റെ സഞ്ചാര വഴികളിലൂടെ നമുക്കൊരു ചെറിയ യാത്ര പോവാം. കൊട്ടാരക്കര താലൂക്കിലെ മേലില എന്ന ഗ്രാമം 1985 ജനുവരി 7 ആ ഗ്രാമത്തിന് പുതിയൊരു വിലാസം കൈവന്നു. മുത്താരംകുന്ന് പിഒ. അല്ല, ഞാൻ ഈ മുത്താരംകുന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന സമർപ്പിത ചിത്തനായൊരു നവാഗത സംവിധായകന്റെ പുതിയ ചലച്ചിത്ര വിലാസം കൂടിയായിരുന്നു മുത്താരംകുന്ന് പിഒ. 1985 ജൂൺ 21 മലയാള സിനിമയിൽ പിൽക്കാലത്ത് നവഭാവുകത്വത്തിന്റെ പുതുമുദ്രകൾ ചാർത്തിയ നിരവധി സിനിമകൾ മലയാളികൾക്ക് സമ്മാനിക്കാൻ ഒരു സംവിധായകന്റെ പേര് തിരശീലയിൽ തെളിഞ്ഞു. സിബി മലയിൽ. പ്രണയിനിയെ സ്വന്തമാക്കാൻ നായകൻ പ്രയോഗിച്ച ഒരു കുതന്ത്രമുണ്ട്. ഏറ്റവും ഗംഭീരമായ സംവിധായകന്റെ ഒരു ബ്രില്യൻസ് ആണത്. നമുക്ക് നോക്കാം ആ കുതന്ത്രം തന്ത്രമാക്കി എങ്ങനെയാണ് അദ്ദേഹം മുമ്പോട്ടേക്ക് വെച്ചത്. പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത്, അമ്മണിക്കുട്ടിയുടെ നാട്ടിലുള്ള ഏതോ ഒരു പോസ്റ്റ് ഓഫീസിൽ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്നുണ്ട്. പേര് ദിലീപ് കുമാർ. അനുജത്തി അവനെ കാണുകയാണെങ്കിൽ എനിക്കൊരു കത്തെഴുതാൻ പറയണം. എന്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി. അവനെ കാണാൻ കഴിയാത്ത രീതിയിൽ മമ്മൂട്ടി ചേട്ടന് വലിയ ദുഃഖമുണ്ടെന്ന് അനുജത്തി പറയണം. എന്നിട്ട് എനിക്ക് വീണ്ടും എഴുതുക, സ്വന്തം മമ്മൂട്ടി ചേട്ടൻ. 40 കൊല്ലം മുമ്പ് മുത്താരംകുന്ന് പിഒയിലെ KJ ഹൗസിൽ താമസിക്കുന്ന അമ്മണിക്കുട്ടി പ്രണയിച്ചത് ദിലീപ് കുമാറിനെയാണെങ്കിലും അത് എതിർത്തത് ദേവാനന്ദാണെങ്കിലും ആരാധിച്ചത്
മമ്മൂട്ടിച്ചേട്ടനെയാണ്. ആ മമ്മൂട്ടിച്ചേട്ടൻ ഇന്നും ശബ്ദ സാന്നിധ്യമായി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. സിബി മലയിൽ സിനിമയിൽ 40 വർഷം തികയ്ക്കുകയാണ്. എൻ്റെ തുടക്കകാലത്ത് പടയോട്ടം എന്ന സിനിമയിലേക്ക് എന്നെ നിർദ്ദേശിച്ചത് സിബി മലയിലാണ്. എന്ത് കണ്ടിട്ടാണോ എന്ത് ധൈര്യത്തിലാണോ സിബി എന്നെ നിർദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആ സിനിമയിൽ ഒരുപാട് ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആ സൗഹൃദം കുറേ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. അക്കാലത്ത് എനിക്ക് ധാരാളം കത്തുകൾ വരുമായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ സിനിമകളെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരും എല്ലാം എഴുതുന്ന കത്ത്. അത് മദ്രാശിയിലെ എൻ്റെ ഒരു ഹോട്ടൽ മുറിയിലെ അഡ്രസ്സിലാണ് വരിക. അങ്ങനെ എനിക്ക് വന്നൊരു കത്ത് പൊട്ടിച്ച് വായിച്ചിട്ടാണ് ശ്രീനിവാസൻ ആ കത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ് സിബിയുടെ ആദ്യ ചിത്രത്തിന് ആധാരം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതും ഒരു കാരണമാണ്. ആ ചിത്രത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരു ആരാധിക എന്നെ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്നൊരു പ്രയോഗം. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് സിബി എന്നെ വെച്ച് ഒരുപാട് നല്ല ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. സിബി എന്ന സംവിധായകൻ്റെ കഴിവിളക്കണമെങ്കിൽ എനിക്ക് 2 സിനിമകൾ തന്നെ ധാരാളമാണ്. ഒന്ന് തനിയാവർത്തനവും, 2 ഓഗസ്റ്റ് എന്നും. രണ്ടും 2 ധ്രുവങ്ങളിലുള്ള സിനിമയാണ്. അങ്ങനെ ആ സിബി മലയിൽ എനിക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെയും നല്ല ചിത്രങ്ങളെയും സമ്മാനിച്ച 40 വർഷങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്നേഹാശംസകൾ നേരാൻ ആദ്യ ചിത്രത്തിലെ ആ കഥാപാത്രത്തിന് ഞാൻ ഒന്നുകൂടെ കടമെടുക്കും. പ്രിയപ്പെട്ട സിബിക്ക് സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ. മുത്താരം കുന്ന് പിയോ ഇന്നത്തേക്ക് 40 വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ആഘോഷത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മുത്താരം കുന്നിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹത്തിനെ ആദരിക്കാനായിട്ട് സിബി സാറിനെ ഞാനൊന്ന് വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു ജാള്യതയോടുകൂടിയാണ്. കാരണം എന്നേക്കാൾ വർഷങ്ങൾ സിനിമയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്, എന്നേക്കാളധികം സിനിമകൾ ചെയ്തവരുണ്ട്. എൻ്റെ മുമ്പിൽ പ്രിയദർശനുണ്ട്. ഞാൻ സംവിധാനത്തെ രംഗത്തേക്ക് വരുന്നതിന് 1 വർഷം മുമ്പ് പ്രിയൻ സംവിധാന രംഗത്തേക്ക് വന്നയാളാണ്. ഏതാണ്ട് 100ഓളം ചിത്രങ്ങളിലേക്ക് പ്രിയൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൽ 100ാമത്തെ ചിത്രത്തിലേക്ക് അടുക്കുകയാണ്. അപ്പം എന്നെക്കാളും ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്ക് അഭിനന്ദനങ്ങൾക്കൊക്കെയും യോഗ്യരായ ഒരുപാട് പേർ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂടിച്ചേരൽ അത് ആവശ്യമില്ല എന്ന് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. പക്ഷേ അവരുടെ നിർബന്ധത്താൽ എന്നോട് പോലും പറയാതെ അവരിതെല്ലാം ഒരുക്കി കഴിഞ്ഞ അടുത്ത അവസാന നിമിഷങ്ങളാണ് ഞാൻ അറിയുന്നത്. പിന്നെ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു അവസ്ഥയിലെത്തി. നമ്മൾ പറയാറുണ്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ആൾക്കാർ നല്ലത് പറയുന്നത്. അതൊന്നും നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുകയില്ല. ഇന്നെന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്നെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറയും. അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് എന്ന് മാത്രം. എൻ്റെ ആദ്യത്തെ സിനിമയിലേക്ക് എത്തിയ ഒരു അവസരത്തെ ഓർക്കുകയാണ് ഈ സമയത്ത്. ഞാൻ പ്രിയൻ്റെ കൂടെ ഓടരുതാമ്മ ആളറിയാം സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എന്നെ തേടി 2 പേര് എത്തുകയാണ്. ഒരാൾ നല്ല ഉയരത്തിൽ വെളുത്ത് താടിയൊക്കെ ഒരാൾ അധികം ഉയരമില്ലാത്ത മുണ്ടൊക്കെ എടുത്തൊരു ഒരു മനുഷ്യൻ. ഇവർ 2 പേര് വന്നു. ആ താടി വെച്ച് ഉയരമുള്ള ആൾ എന്നോട് സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് നമ്പി നാരായണൻ എന്നാണ്. ഞാൻ ISROയിലെ സയൻറ്റിസ്റ്റാണ്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹം മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ജോഷി സാറിനെ വെച്ചിട്ട് പെരിയില്ല നാം എന്നൊരു സിനിമ. 2ാമതായിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അറിയാവുന്നത്? ഞാൻ 6-7 സിനിമകളിൽ സഹസംവിധാനമായി ജോലി ചെയ്ത ഒരാളാണ്. എന്നെക്കുറിച്ച് ആരും എവിടെയും എഴുതിയിട്ടില്ല, എന്നെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല. എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സിനിമയിൽ നിന്നുള്ള പലരും പറഞ്ഞു, നവോദയയിൽ നിന്നും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് സിനിമ ചെയ്യിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അവരെത്തുന്നത്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ ഒരു സംവിധായകൻ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് അലച്ചിലുകളുണ്ട്. ഒരു കഥ എഴുതി നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്കങ്ങനെ ഒരു അലച്ചിലിൻ്റെ കഥ പറയാനില്ല. എൻ്റെ സുഹൃത്തായ കമൽ ഉൾപ്പെടെയുള്ളവരൊക്കെയും കോടമ്പക്കത്ത് പോയി സിനിമയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. എനിക്കങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതും ഒരു ദൈവ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്.